നമസ്കാരം. I am Parameswaran, speaking from Mattur Kaladi. My phone number is 9446575190. Ganesh Bhagavan. ഗണേശ് ഭഗവാൻ അബോധിത, പവിത്രത, മംഗൾമയത, വിവേക്, ഈ 4 ഗുണങ്ങളുടെ കർത്താവാണ് ഗണേശ്. എന്താണ് അബോധിത? നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ അത് തന്നെയാണ് അബോധിത. ഒന്നും വേണ്ട, കളിച്ചിരി, സന്തോഷം, ഓട്ടം, വിശക്കുമ്പോൾ കരയും, ഭക്ഷണം കഴിക്കും, കൂട്ടുകൂടും, കൂട്ടുകാരുടെ കൂടെ കളിക്കും. ഒന്നും വേണ്ട, വേറെ ഒന്നിനെപ്പറ്റി ആലോചനയില്ല. ഭാവിയെപ്പറ്റിയോ വരാൻ പോണ കാര്യങ്ങളെപ്പറ്റിയോ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. വിശന്നു, കരഞ്ഞു, ഭക്ഷണം കിട്ടി, കഴിച്ചു. അബോധിത. പവിത്രത. യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും വിചാരിക്കോ ചെയ്യോ ചെയ്യാത്ത ഒരു പ്രത്യേകത. മംഗൾമയത. എല്ലാം മംഗളായിട്ട് അവസാനിക്കുക. മംഗളം മാത്രം. 4 വിവേകം. എന്താണ് വിവേകം? സംസാരിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ട് സംസാരിക്കുക, വളരെ നൈസായിട്ട് സംസാരിക്കുക, വളരെ വൈസായിട്ട് സംസാരിക്കുക. അത്രയും വർത്തമാനം പറയണ സമയങ്ങൾ മുഴുവൻ മറ്റൊരാളെ ഹർട്ട് ചെയ്യാതെ, ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കുക. ഇത്രയുമാണ് ശ്രീ ഗണേശൻ്റെ ഗുണങ്ങൾ. പക്ഷേ ഇത് കൂടാതെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യണത്. മൂലാധാർ ചക്രത്തിൽ നിന്ന് ശ്രീമാതാജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്വാധിഷ്ഠാൻ മണിപ്പൂർ അനഹത് വിശുദ്ധി ആജ്ഞ സഹസ്രാർ വരെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യാം. പ്രത്യേകിച്ച് വിശുദ്ധി എന്ന് പറയുന്ന ചക്രത്തിൽ 4 ദേവതകളാണ് വർക്ക് ചെയ്യുക. ശ്രീകൃഷ്ണൻ, ബുദ്ധൻ, ജീസസ്, മഹാവീർ. ഈ 4 ദേവതകളെയും സപ്പോർട്ട് ചെയ്യുക. അത് കൂടാതെ ഹംസചക്രത്തിൽ കൂടി മേപ്പോട്ട് പോയി സദാശിവനെ റിപ്പോർട്ട് ചെയ്യുക. ഭൂമി സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കണതും അതിന് വേണ്ടതെല്ലാം ചെയ്യണതും
ഭൂമി ദേവിയോട് റിക്വസ്റ്റ് ചെയ്ത് ചരാചരങ്ങളെ രക്ഷിക്കാനും ഹൈഡ്രജൻ മാതിരിയുള്ള വാതകമുണ്ടാക്കാനും സൂര്യനാവാനും ചന്ദ്രനാവാനും വരുണാവാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിൻ്റെ കൂടെ എന്നെപ്പോലെയുള്ള മനുഷ്യർ അകത്ത് വെച്ചും പുറത്ത് പോകുമ്പോഴും ടോട്ടലി പ്രൊട്ടക്റ്റ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഗണങ്ങളെ വെച്ച്. അദ്ദേഹത്തിൻ്റെ ഗണങ്ങളുടെ കൂടെ ചിരഞ്ജീവാസ് എന്ന് പറയുന്ന വേറെ ഇൻകാർണേഷൻസും നമ്മളെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഗണേശ്. എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ യാതൊന്നും പ്രതീക്ഷിക്കോ, യാതൊന്നും ആവശ്യപ്പെടുമോ? അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് വരെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ പെരുമാറി ലോകത്തിനെ അവസാനിപ്പിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വളരെ കുറഞ്ഞ രീതിയിൽ ഗണേശനെ പറ്റി അറിയാവുന്ന വിവരങ്ങളാണ് എനിക്കുള്ളത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ കുറേയധികം കാര്യങ്ങൾ മനുഷ്യരാശിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിശേഷതയാണ് ശ്രീ ഗണേശ്. ശ്രീ ഗണേശ് ദേവാദിദേവനാണ്. ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന ദേവനാണ് ശ്രീ ഗണേശ്. ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഒരുപാട് സന്തോഷം ഇത്രയും പറയാൻ എനിക്ക് അവസരം കിട്ടി. ശ്രീ ഗണേശനും ആദിശക്തി മാതാജി നിർമ്മലാദേവിക്കും ബാക്കി ഇൻകാർണേഷൻസിനും എല്ലാത്തിലും ഉപരി സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.